എസ് പി ഈ റിപ്പോർട്ട് കണ്ടതിന് ശേഷം നമ്മളെ വിളിച്ചു പറയുന്നു എസ് പി അല്പസമയത്തിനുള്ളിൽ എത്തും, മിലിറ്ററിയുമായി ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, മിലിറ്ററിയിൽ ചിലർ അവിടെ എത്തിക്കഴിഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ അവിടെ മിലിറ്ററിയുടെ സാന്നിധ്യമില്ല. ദാറ്റ്സ് നമ്പർ 1. നമ്പർ 2, എസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ സമയം ഈ രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കാൻ സംഭവ സ്ഥലത്ത് ഉണ്ടാവേണ്ടതല്ലേ? എന്തുകൊണ്ട് എസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവിടെ ഇല്ല? കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവിടെ ഇല്ല. 3 വിലപ്പെട്ട ജീവനുകൾ ആ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടന്നിട്ട് ഇപ്പോൾ 120 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. 6ാം ദിവസത്തിലേക്ക് നമ്മൾ രക്ഷാപ്രവർത്തനം എത്തുന്നു. അഭിലാഷ് നോക്കൂ, ഇത് ഈ കർണാടക സർക്കാരിന് തന്നെ പരാജയമാണെന്ന് വിലയിരുത്തപ്പെടും. ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടു തന്നെ ഈ വിഷയത്തിൽ ബന്ധപ്പെടുന്നു എന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഒരു തരത്തിലുള്ള അപ്ഡേഷൻസും അതിനുശേഷം നമുക്ക് ലഭിച്ചില്ല. ഇന്നലെ 10 മണിയോടുകൂടി MLA നമ്മളോട് വിളിച്ച കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുന്നു. MLA ആണ് കരസേന എത്താൻ പോകുന്നു, കരസേനയ്ക്ക് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നറിയിച്ചത്. അതും വളരെ ബുദ്ധിമുട്ടിയാണ് ജില്ലാ ഭരണകൂടം കരസേനയ്ക്ക് വേണ്ടിയുള്ള റിക്വസ്റ്റ് തയ്യാറാക്കുന്നത്. ഇത് 3 ദിവസങ്ങൾക്ക് മുമ്പേ തയ്യാറാക്കിയിരിക്കുന്ന റിക്വസ്റ്റ് 6ാം ദിവസമാണ് തയ്യാറാക്കുന്നത് എന്നത് വളരെ ഗുരുതരമായ വീഴ്ച. 2ാമത്തെ വീഴ്ച, ഏകോപിപ്പിക്കാൻ ജില്ലാ കളക്ടർ തലത്തിലോ പോലീസിന്റെ തലത്തിലോ ഉള്ള ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും ഈ സംഭവ സ്ഥലത്തില്ല. ഞങ്ങൾ നേരിട്ട് കണ്ട കാഴ്ച പറയാം. 4 SDRFന്റെ വാഹനങ്ങൾ, 5 ടിപ്പറുകൾ, അതായത് 5 JCBകൾ, ഇത് മാത്രമാണ് ഇപ്പോൾ സംഭവ സ്ഥലത്തുള്ളത്. അതും അനങ്ങി തുടങ്ങിയത് അല്പസമയം മുമ്പാണ് എന്ന് പറയുമ്പോൾ ഇതിലെ ഗുരുതര വീഴ്ച എത്രത്തോളം ഉണ്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് അഭിലാഷ്. തീർച്ചയായും നമ്മൾ തുടക്കം മുതൽ പറഞ്ഞു വരുന്നത് അലംഭാവം ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗത്ത്, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് അലംഭാവമുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വിദഗ്ധരെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഈ ജിതിന്റെ ബന്ധുക്കളടക്കം സംസ്ഥാന സർക്കാർ അടക്കം നടത്തിയപ്പോൾ പോലും അതിനെ വലിയ തരത്തിൽ ഈഗോ ആയിട്ടാണ് അവർ കാണുന്നത്. കാരണം അവർ ഇത്തരം വരുന്ന ആളുകളെ, ഇന്നലെ രഞ്ജിത്ത് വരുമ്പോൾ പോലും ഈ മേഖലയിൽ വലിയ തരത്തിൽ വൈദഗ്ധ്യമുള്ള ഒരാളാണ്, അയാൾ ഉൾക്കൊള്ളാൻ പോലും അവർ തയ്യാറായില്ല. അതോടൊപ്പം തന്നെ കുട്ടി കൊണ്ടുവന്ന ആളെ മർദ്ദിക്കുന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയും ചെയ്തു. അത്രയും അസഹിഷ്ണുതയാണ് ഇവിടുത്തെ ഈ ജില്ലാ ഭരണകൂടത്തിന് ഉള്ളത് എന്ന് വേണം പറയാൻ. സംശയം നമുക്ക് പറയാം. സമയം 7 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുന്നു. ഓരോ മിനിറ്റും നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് സാർ. പ്രിയപ്പെട്ട SP, അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ വാക്ക് തെറ്റിച്ചു. അങ്ങ് പറഞ്ഞതിന് ശേഷം 15 മിനിറ്റ് ആയിരിക്കുന്നു. ഇതുവരെയും അങ്ങയെ ഞങ്ങൾ ഇവിടെ കണ്ടില്ല. അങ്ങയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരാരും സംഭവ സ്ഥലത്തേക്ക് വന്നില്ല. ആകെ ഒരു CA റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ മാത്രമാണ് ആ സ്ഥലത്തേക്ക് അല്പസമയം മുമ്പ് പോയത്. ആ മെഷീൻ പ്രവർത്തിച്ചു തുടങ്ങിയത് 10 മിനിറ്റുകൾക്ക് മുമ്പാണ്. ജിതിൻ വിളിച്ച് ഫോണിൽ പറയുമ്പോഴാണ് നമ്മൾ ആ വിവരം പോലും അറിയുന്നത്. ഞങ്ങളടക്കമുള്ള ഒരു മാധ്യമ പ്രവർത്തകനെയും ആ സ്ഥലത്തേക്ക് ദൃശ്യങ്ങൾ കവർ ചെയ്യാൻ വിടുന്നില്ല. ഇതൊരു സെക്ലൂഡഡ് ഏരിയ ആണ്, പ്രൈവറ്റ് ഏരിയ ആണെന്ന് പറയുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള എന്ത് പ്രൈവറ്റ് ഏരിയ ആണ് സാർ ഞങ്ങൾക്ക് ദൃശ്യങ്ങൾ പകർത്തുന്നതിന് തടസ്സമായിട്ടുള്ളത്? അവിടെ ബന്ധുക്കൾക്ക് കാണാൻ തടസ്സമായിട്ട് എന്താണുള്ളത്? സുരക്ഷാ പ്രശ്നമാണെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ ഇന്നലെ രാത്രി 11 മണി വരെയും സുരക്ഷയുടെ പേരിൽ നിങ്ങൾ അകറ്റി നിർത്തിയിരുന്നു. ഒരു PRD വന്നൊരു ഷോ കാണിക്കുന്നത് പോലെ മാധ്യമങ്ങളെ കൊണ്ടുവരുന്നു, താൽക്കാലികമായ ദൃശ്യങ്ങൾ പകർത്തി പോകാൻ പറയുന്നു. അതിനുശേഷം അവിടെ നടക്കുന്നത് എന്താണെന്ന് ഈ ബന്ധുക്കളിലൂടെയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് പോയി ഉദ്യോഗസ്ഥരിലൂടെയാണ് നമ്മൾ അറിയുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് രക്ഷാപ്രവർത്തനം 1.5 മണിക്കൂർ വൈകി. ഒരു കാലാവസ്ഥ പ്രതികൂലമാണ്, പക്ഷേ മഴ പെയ്യുന്നില്ല എന്നത് പ്രേക്ഷകർ അറിയണം. 6 മണിക്ക് ശേഷം ഈ സ്ഥലത്ത് മഴ പെയ്തിട്ടില്ല. അപ്പോൾ 6 മണിക്ക് ശേഷം മഴ പെയ്യാതിരിക്കുമ്പോൾ പോലും ആ രക്ഷാപ്രവർത്തനത്തിന് അനുകൂലമായ സമയമായിട്ട് പോലും എന്തുകൊണ്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ ഒരു മുതിർന്ന SPയോ അതല്ലെങ്കിൽ റവന്യൂ തലത്തിലുള്ള ഉദ്യോഗസ്ഥനോ എത്തിയില്ല? തികഞ്ഞ പരാജയമാണ് ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഈ അവസാന നിമിഷം കരസേനയെ ഈ ദൗത്യം ഏൽപ്പിക്കാനുള്ള തീരുമാനമെടുത്തതോടുകൂടി അവർ പൂർണ്ണമായും അതിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഇന്നലെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ ജില്ലാ ഭരണാധികാരികൾക്കിടയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഈ വീഴ്ച രാഷ്ട്രീയ നേതൃത്വം തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് MLA അടക്കമുള്ളവർ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാണ്.